പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. പെറ്റ ഉമ്മനെ മകൻ വെട്ടിക്കൊന്നു നുറുക്കിക്കളഞ്ഞു. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ മകൻ മദ്യപാനിയായിരുന്നു. ആ മദ്യപിച്ച് ബുദ്ധിയില്ലാതെ ലഹരി വന്നപ്പോൾ അവൻ ഉമ്മയെ വെട്ടിക്കൊന്നു. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നാം എല്ലാവരും ശ്രദ്ധിക്കുകയും ഗവൺമെൻറ് പ്രത്യേകമായി ഇത്തരം സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പണ്ട് ഇവിടെ കള്ളുഷാപ്പുകൾ നിരോധിക്കണമെന്ന് പറഞ്ഞ് പലരും ആവശ്യപ്പെട്ട് അതിൻ്റെ വക്കിൽ വരെ എത്തിയിരുന്നു. പിന്നെ അത് നിർത്തിയില്ല. ഒരു മുഖ്യമന്ത്രിമാരും അതിന് മുന്നോട്ട് വരില്ല. അവരൊക്കെ ഇത് അനുവദിക്കുന്നവരാണ്. അങ്ങനെ ഇപ്പോൾ അത് വർദ്ധിച്ച് ധാരാളം ഷോപ്പുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുകയാണ്. മുസ്ലിങ്ങളുള്ള കേന്ദ്രത്തിലാണ് ധാരാളമായി മദ്യപാനം നടക്കുന്നത് എന്ന് പത്രക്കണക്കുകൾ പറയുന്നു. അവർ കണക്കുകൂട്ടി പറയുന്നതാണോ അസത്യം പറയുകയാണോ എന്നെനിക്കറിയില്ല. മുസ്ലിങ്ങളാണ് ഇത് അധികം ഉപയോഗിക്കുന്നത് എന്ന് വരുത്താൻ വേണ്ടി അങ്ങനെ ഒരു നുണ ഉണ്ടാക്കി തന്നതാണോ അല്ല സത്യമാണോ എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹൈന്ദവരുടെ ഒരു സന്തോഷ ദിവസത്തിൽ കേരളത്തിൽ ഏറ്റവും അധികം കള്ളു ചെലവായത് പൊന്നാനിയിലാണ് എന്ന് പേപ്പറിൽ വന്നു. പൊന്നാനിയിൽ മുസ്ലിംകളല്ലാതെ ഒരറ്റക്കുട്ടിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ മുസ്ലിംകൾ മാത്രമുള്ള സ്ഥലത്താണ് ഏറ്റവും കള്ളു ചെലവായത് എന്ന് പത്രത്തിൽ എഴുതുന്നു. അത് സത്യമാണോ അല്ലേ അള്ളാഹു ആയാലും ഏതായാലും ഇതിൻ്റെ നാശം എല്ലാ നാശത്തിൻ്റെയും ഉത്ഭവമാണ് മദ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഭദ്രതക്കും രാജ്യത്തിൻ്റെ ഗുണത്തിനും ആവശ്യമായത് ഗവൺമെൻറ്റും ചെയ്യണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.